ഹായ്, നമ്മളിന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആട്ടോ ചെയ്യുന്നത്. ആദ്യമേ ഞാൻ പറയട്ടെ, എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നു, അങ്ങനെ തന്നെ ഇടുന്നു. അങ്ങനെയാണ്. ഇതിലുള്ള പോരായ്മകളൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ആ എക്സൈറ്റ്മെൻറ്റോട് ഞാൻ പൊട്ടിച്ച് നോക്കി ചിലതൊക്കെ. അതിനുശേഷം ആണ് ഞാൻ ആലോചിച്ചത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന്. അപ്പോൾ ടോട്ടലി ഒരു അൺബോക്സിങ് വീഡിയോ അല്ല, ഞാൻ കുറച്ച് ഐറ്റംസ് പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു ഓൺലൈൻ ബുട്ടീക്ക്, ഓൺലൈനിൽ മാത്രമല്ല ഞാൻ ഓഫ്ലൈനും ഉണ്ട്. നമ്മുടെ അടുത്തുള്ളവർക്കും ബന്ധുക്കൾക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ്, സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടല്ല, ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചില സമയത്ത് കുറച്ച് ഐറ്റംസിൻ്റെ സപ്പോർട്ട് വേണ്ടി വരും. അങ്ങനെ ഞാൻ മേടിച്ച കുറച്ച് ഐറ്റംസ് ഉണ്ടോ. ആദ്യം തന്നെ ഇതൊരു ഗ്ലൂ ഗണ്ണാണേ. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഗ്ലൂ സ്റ്റിക്ക് എൻ്റെ തീർന്നു പോയി. അപ്പോൾ ഗ്ലൂ സ്റ്റിക്ക് മേടിക്കാൻ കിട്ടും. അത് ഇതിൽ ഇൻസേർട്ട് ചെയ്തിട്ട് കറണ്ടിൽ കുത്തിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഗ്ലൂ ഇതിലെ പശയില്ലേ ഇതിലെ ഉരുകി വരും. ഉരുകി വന്നിട്ട് നമുക്ക് അങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ബീഡ്സ് ഒന്നും ഒട്ടിക്കാൻ വേണ്ടി നമ്മളിത് ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരുപാട് വലിയ സാധനങ്ങളൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് പേൾ സെറ്റിംഗ് മെഷീനാണേ. പേൾ സെറ്റിംഗ് മെഷീൻ ഇത് ഞാൻ പാക്കറ്റ് പൊട്ടിച്ചു. അതിൻ്റെ അകത്തുണ്ടായിരുന്നു, ഇതിൻ്റെ കൂടെ ബീഡ്സും കിട്ടിയായിരുന്നു എനിക്ക്. ഈ ബീഡ്സ് ഇതിൻ്റെ കൂടെ കിട്ടിയതാണ്. ഈ ബീഡ്സും കണ്ടാ, ഇതൊരു പിന്നാണ്. ഈ പിന്നും ഈ ബീഡും ഇത് രണ്ടും വേണം. ഇത് ഉപയോഗിച്ച് നമുക്ക് ഡ്രസ്സിലൊക്കെ പേൾ സെറ്റ് ചെയ്യാൻ. ഇത് അതിൻ്റെ ഹെഡാണ്. പല സൈസിലുള്ള ബീഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അതിൻ്റെ ഹെഡ്സാണ്. ചെറുതും വലുതൊക്കെ ഇതുണ്ട. ഇത് ചെറിയ ബീഡ്, ഇത് മീഡിയം സൈസ്, ഇത് മീഡിയത്തിനും ചെറുതിനും ഇടയിലുള്ള സൈസ്. ഇതെങ്ങനെ ഉപയോഗിക്കണേ എന്നുള്ള വീഡിയോ അല്ലേ, ഞാനത് യൂസ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇടാൻ കേട്ടോ. ഇത് വലിയ ബീഡ് ഉപയോഗിക്കും. പിന്നെ അത് സെറ്റ് ചെയ്യാനും അഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എൽക്കി. ഇതാണ് മെഷീൻ. ഇതിങ്ങനെ നമ്മൾ ഡ്രസ്സ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മളിങ്ങനെ പ്രസ് ചെയ്യലാണേ. അപ്പം ഞാനിത് യൂസ് ചെയ്യുന്ന വിധം നമ്മളത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇതിന് എത്രയായിരുന്നോ, 700 സംതിങ് ആണേ. ഇത് ഒറ്റയ്ക്കല്ല കേട്ടോ, ഇതും ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു സാധനം കൂടി മേടിച്ചത്, രണ്ടിനും കൂടിയാണ് 700 സംതിങ്. മറ്റേ ഗ്ലൂ ഗണ്ണിന് എത്രയായിരുന്നു സത്യം പറഞ്ഞിട്ട് ഞാൻ ഓർമ്മയില്ല. ഗ്ലൂ ഗണ്ണ് ഞാൻ കുറച്ച് നേരത്തെ മേടിച്ചതാണേ. സ്റ്റിച്ചിങ് തുടങ്ങിയ ഇടയ്ക്ക് തന്നെ ഞാൻ മേടിച്ചായിരുന്നു. അടുത്തതായിട്ട് ഇപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ പേളും പിന്നുമാണേ. ഞാനിതിങ്ങനെ ഒരു ബോക്സിൽ ഇട്ട് വെച്ചേക്കുക. കണ്ടോ, ഇത് ഞാൻ മീഷോന്ന് മേടിച്ച ബോക്സർ. വളരെ യൂസ്ഫുള്ളാണ്, വളരെ റീസണബിളുമാണ്. നമുക്ക് ഞാൻ ഇങ്ങനത്തെ 4 മേടിച്ചിട്ട് 400 രൂപ എന്തോ ആയി. സൗണ്ട് കേട്ടപ്പോൾ ആളെത്തി കേട്ടോ. എന്നാ എന്ത് പറ്റിയേ? ഒരു മിനിറ്റ് ഞാനിപ്പം വരാം. ഒരു പ്രശ്ന പരിഹാരത്തിന് പോയതാ, വന്നു. ഇനി അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ല 700 രൂപയ്ക്ക് മേടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ മേടിച്ചൊരു സംഭവമാണ് ഇത്. ഇതിൻ്റെ പേര് സോൾഡറിങ് അയൺ. പേരെനിക്കറിയായിരുന്നു. ഈ സമയത്ത് കുറച്ച് മറവിയുണ്ട്, കുറച്ച് നാളായിട്ട് കുറച്ച് മറവിയുണ്ട്. സോഡിയം കുറയുന്നതാണാവോ, ഡോക്ടറെ കാണിക്കണമെന്ന് വിചാരിച്ചു. ഇത്തിരി സീരിയസ് ആയിട്ട് എടുക്കാവുന്ന ഒരു മറവിയുണ്ട്. കണ്ടോ, ഇതത് വെക്കുന്ന സ്റ്റാൻഡാണേ, ഒരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡാണ്. ഞാൻ ഇതൊന്നും ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെല്ലാം കാണിച്ചു തരാം. ഇതാണ് സോൾഡറിങ് അയൺ. ഇതെന്തിനാണ് യൂസ് ചെയ്യണമെന്നറിയോ? നമുക്കിപ്പോൾ ഒരു എംബ്രോയിഡറി, ഒരു നെറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു ക്ലോത്തിൽ നിന്ന് ഒരു എംബ്രോയിഡറി കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈയുടെ പാറ്റേൺ, ഫ്ലവറിൻ്റെ പാറ്റേൺ ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് വളരെ ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. നമ്മൾ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് അത്ര ഫിനിഷിംഗ് ഉണ്ടാവില്ലല്ലോ. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്.
ഇത് കറണ്ടിൽ കുത്തി ചൂടാവുന്ന സാധനമാണ്. ഈ സോൾഡറിങ് അയൺ ശരിക്കും ഉപയോഗിക്കുന്ന ആരാന്നറിയോ? ഇലക്ട്രോണിക്സുകാരാണേ. കണ്ട, ഇതിൻ്റെ നമുക്ക് പോയിൻറ്റഡ് ആയിട്ടുള്ള സംഭവമുണ്ട്, പോയിൻറ്റഡ് ആയിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതതിൻ്റെ കുറച്ച് മറ്റേ ക്ലീൻ ചെയ്യുന്ന സാധനം, ക്ലീൻ ചെയ്യുന്ന ഒരു വൈപ്പാണ് ഇതിനകത്ത്. ഇതിനകത്ത് കുറച്ച് LED ലെഡും ഉണ്ട്. ഈ ലെഡ് എന്തിനാണെന്നോ, നമ്മൾ സോൾഡർ ചെയ്യുന്ന ഇലക്ട്രോണിക്സുകാർ ഉപയോഗിക്കുന്ന സംഭവമാണ്. അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇത് വൈപ്പ് ചെയ്യുന്ന സംഭവം നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഡ്രസ്സിൻ്റെ അത് കുരുക്കി പിടിച്ചതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇതും ഈ പേൾ സെറ്റിംഗ് മെഷീനും കൂടിയാണ് കേട്ടോ. 725 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. അതും മീഷോന്ന് തന്നെയാണ് മേടിച്ചത്. പക്ഷേ ഇപ്പം ഇതിനേക്കാൾ റീസണബിളായിട്ട് നമുക്ക് ന്യൂ ത്രെഡ് ഹൗസ്, അങ്ങനെയൊക്കെ ത്രെഡ് ഹൗസിലൊക്കെ നമുക്ക് കിട്ടും. ഇങ്ങനെ തയ്ക്കുന്ന സാധനങ്ങൾ മേടിക്കുന്ന കടകളിൽ നമുക്കിപ്പോൾ ഇത് അവൈലബിൾ ആണ്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാം. പിന്നെ ഇതിനേക്കാളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു സാധനമുണ്ട്. അതാണ് ഞാൻ ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത്. അതായത് നമുക്കിപ്പം ഒരു ഡ്രസ്സൊക്കെ തയ്ച്ചു കൊടുക്കേണ്ട പെട്ടെന്ന് തയ്ച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോഴേ ഷോ ബട്ടൺ വെക്കണമെങ്കിൽ നമ്മൾ ഓടിപ്പോയിട്ട് കടയിൽ പോയി അത് ചെയ്യിക്കാന്ന് ഒരു ബട്ടൺ 2 ബട്ടണിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ നമുക്കത് അത്രയും പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങൾ തന്നെ ആലോചിച്ചപ്പോൾ ഓരോന്നിനും ഞാൻ ബസാറിൽ പോകണം. അപ്പം വണ്ടി എടുത്ത് ബസാറിൽ പോയി കൊച്ചിനെയും കൊണ്ടുപോകണം. ഞാൻ ഒറ്റയ്ക്കൊന്നും പോകാൻ പറ്റത്തില്ല. എല്ലാ കാര്യത്തിനും എനിക്ക് കൊച്ചിനെ കൊണ്ടുപോയേ പറ്റുള്ളൂ. കൊച്ചിനെ നോക്കാനൊന്നും ഇവിടെ ആരുമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ഇപ്പോൾ കുറേ ഡ്രസ്സ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്കത് നഷ്ടമില്ല. ഞാൻ ഷോ ബട്ടൺ ഉണ്ടാക്കുന്ന ഒരു മെഷീൻ കൂടി ഞാൻ മേടിച്ചു. റിയലി ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇപ്പം ഇവിടെ അൺബോക്സിങ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉള്ളൂ. അപ്പം ഇതാണ് കേട്ടോ മെഷീൻ. കടയിൽ വെച്ചിട്ടിത് നല്ലതല്ലേ എന്നറിയാം. ഒന്ന് അവർ അൺബോക്സ് ചെയ്തിരുന്നു. ഞാനിത് കടയിൽ നിന്ന് ത്രെഡ് ഹൗസിൽ നിന്ന് മേടിച്ചത് 1400 രൂപ. 1450 പറഞ്ഞു. 1400 തന്നു. നമ്മൾ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ടും ബൾക്കായിട്ട് സാധനങ്ങൾ എടുക്കുന്ന ഒരാളായതുകൊണ്ടും ഏട്ടൻ 1400 രൂപയ്ക്ക് തന്നു. ഓൺലൈനിൽ എത്രയാണ് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. കാരണം ഇങ്ങനത്തെയൊക്കെ നമ്മൾ ഓൺലൈനിൽ മേടിക്കുന്നത് ഒത്തിരി റിസ്ക് ആണോ എന്നൊരു സംശയം ആയതുകൊണ്ട് ഞാൻ ത്രെഡ് ഹൗസിൽ നിന്ന് തന്നെ മേടിച്ചത്. പിന്നെ മാത്രമല്ല അവർ നമ്മൾക്ക് നന്നായിട്ട് പൈസ കുറച്ച് തരും. ത്രെഡ് ഹൗസുകാരെ ഭയങ്കര റീസണബിളായിട്ട് നമുക്ക് തരും. അപ്പോൾ നമ്മൾ അവർക്കും ഒരു സപ്പോർട്ട് കൊടുക്കണ്ടേ, അതുകൊണ്ടും കൂടിയാണ് ഞാൻ അവിടെ നിന്ന് എടുത്തത്. കണ്ടോ, ഇതിങ്ങനെ പിടിപ്പിക്കണം ഈ ഹാൻഡ്. എന്നിട്ട് ഇങ്ങനെ പുഷ് ചെയ്യലാണ്. ഇതിന് ഹെഡുകളുണ്ട്. ഈ പറഞ്ഞ മാതിരി നമ്മൾ പല സ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് ബട്ടൺ ഉണ്ടാക്കുന്നതാണെന്ന് മനസ്സിലായ ഒരു സംഭവം. ക്ലോത്തും കൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ബട്ടൺ വരില്ലേ, ആ ബട്ടൺ നമ്മൾ ഇപ്പം എൻ്റെ ഒരു അങ്ങനത്തെ ബട്ടൺ ഉള്ളത് ഉണ്ട്, സംഭവമുണ്ട്. ഞാൻ വേണ്ട വീഡിയോയിൽ എനിക്ക് കൊടുക്കും. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാനിപ്പം കുറച്ച് ഡ്രസ്സുകൾക്ക് എനിക്കിത് ഉണ്ടാക്കണം. സാധാരണ മെയിനായിട്ട് ഞാൻ ഇത് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് ഈ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ, മീൻസ് എവിടെ നമുക്ക് കിട്ടണമെന്നോ ഇതിന് പേരോ അങ്ങനെ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ, ഞാൻ പറയാം. എന്നോട് ചോദിച്ചെങ്കിൽ നിങ്ങൾക്ക് മിക്കവർക്കും ഇതൊക്കെ അറിയായിരിക്കും. എന്നാലും ഞാൻ പറഞ്ഞതാണ്. എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞാൻ നിങ്ങളെയൊക്കെ കാണിച്ചതാണ്. അപ്പോൾ ഇത് 2 സൈസാണ് ഉള്ളത് നമ്മുടെ കയ്യിൽ. ഇപ്പോൾ വേറെ മീൻസ് ഇതിനേക്കാളും മീഡിയം സൈസ്, ചെറുത് സൈസൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഒരെണ്ണത്തിന് 300 രൂപ നമ്മൾ അഡീഷണൽ കൊടുക്കണം ഇത് മേടിക്കണമെങ്കിൽ. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് നമ്പർ 22 നോക്കട്ടെ. രണ്ട് ടൈസ് അതിനകത്തുള്ളത് 22 30. ഈ രണ്ട് സൈസിലാണ് ഇപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിനേക്കാൾ ചെറിയ സൈസിലൊക്കെ ഉള്ളതുണ്ട്, ചെറുതുണ്ട് മീഡിയം ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഇപ്പോൾ മേടിച്ചിട്ടില്ല. ഇത് ഗ്രാജുവലി നമ്മൾ ഉണ്ടാകുന്ന പുരോഗമനത്തിനനുസരിച്ച് മേടിക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി എനിക്ക് എമർജൻസി ആയിട്ട് വേണ്ടുന്നത് സ്റ്റീം അയണാണ്. എൻ്റെ അയൺ ബോക്സ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പേടിയാവും. അതുപോലെ പൊളിഞ്ഞൊരു അയൺ ബോക്സ് വെച്ചിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ അയൺ ബോക്സ് താഴെ വീണ് പൊട്ടി എന്ന് വെച്ചാൽ അത് ഇവിടെ വരുമ്പോഴേ അങ്ങനെയാണേ. ബാക്കൊന്നുമില്ല അതിന്. പൊളിഞ്ഞ് പാളീസായിട്ടിരിക്കുമ്പോൾ ഞാൻ വരുമ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് വലിച്ച് കഴിയുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു സ്റ്റീം അയൺ ബോക്സ് മേടിക്കണം. പിന്നെ ഒരു ഓവർലോക്ക് മെഷീനും മേടിക്കണം. ഇതാണ് എൻ്റെ അടുത്ത ടാർഗറ്റ്. അപ്പോൾ ഓക്കെ.
പിന്നെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ വർക്കുകൾ ഞാൻ ഈ വീഡിയോ കൂടെ കാണിക്കുന്നതാണ്. ഓക്കെ, വീഡിയോ ലെങ്ത്ത് കൂടിപ്പോയി, സോറി കേട്ടോ. എനിക്കങ്ങനെ അത് കാര്യം യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മളത് അമ്മ ഇത് കൊണ്ടുപോയി. ബായ്.